ഹലോ, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നോമ്പിൽ സ്പെഷ്യൽ ഉള്ളിവട ഉണ്ടാക്കുന്ന വീഡിയോ. ഉള്ളിവട സമൂസ. അപ്പോൾ ഉള്ളിവടയ്ക്ക് ആവശ്യമായ ഉള്ളിയാണ് മുറിക്കുക. ഉള്ളിവടക്കും സമൂസക്കും കൂടിയുള്ള ഉള്ളിയാണ് ഇത്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഉള്ളിവട, സമൂസ, പിന്നെന്തേനു എന്നുവെച്ചാൽ വേറെ എന്തേനു ബട്ടർ ജ്യൂസ് അല്ല, പിന്നെ വേറെ എന്തേനും പഴംപൊരി അല്ലേ, അതുള്ളി. ഞാൻ ഉള്ളി വടക്കും സമൂസക്കും കൂടി 10 ഉള്ളിയാണ് കൊടുത്തത്. ഏകദേശം കഴിയാനായിട്ടോ അരിഞ്ഞ് സമൂസക്കും ഉള്ളിവടക്കും കൂടിയിട്ടാണ്. അങ്ങനെ 5 ഉള്ളി അരിഞ്ഞ് കേട്ടോ. ഇനി 5 എണ്ണം കൂടിയും ബാക്കിയുണ്ടായി. എനിക്ക് കൈകൊണ്ട് വെട്ടിയാൽ റെഡിയാവില്ല, കട്ടിങ് ബോർഡ് വെച്ച് വെട്ടിയാൽ റെഡിയാവില്ല. പച്ചമുളകാട്ടോ മുറിക്കുന്നത്. 3 പച്ചമുളക് എടുത്ത് ഇനി 3 എണ്ണം കൂടി വേണം. അപ്പോൾ 3 പച്ചമുളക് കൂടി മുറിച്ച്, അപ്പോൾ 6 പച്ചമുളകായി. ഇനി എന്താ വേണ്ടി? ഇഞ്ചി, വെളുത്തുള്ളി. അങ്ങനെ മൊത്തം ഉള്ളിയായിരുന്നു കേട്ടോ. പിന്നെ 6 പച്ചമുളകാണ് എടുത്തത്. ഇനി ഫസ്റ്റ് തന്നെ ഉള്ളിവടക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി ഇതിലേക്ക് മാറ്റാം. കുറച്ചും കൂടി ഇത് മതി കേട്ടോ. ഉള്ളി
ഇതിലേക്ക് കുറച്ച് പിന്നെ കടകിൻ്റെ ഒക്കെ പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് കടലപ്പൊടി ഇട്ട് കൊടുക്കട്ടോ. അടുത്തത് കുറച്ച് മൈദ, അത് 2 കരണ്ടി. അടുത്തത് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടതാ, 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി. പിന്നെ കുറച്ച് മഞ്ഞൾ. അടുത്തത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കട്ടോ. ഇനി കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കട്ടോ, ചതച്ചത് ലേശം മതി. പിന്നെ കുറച്ച് ഇഞ്ചി എന്നിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടോ. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പില ഇടണം കേട്ടോ. അങ്ങനെ ഇതിലേക്ക് കറിവേപ്പില ഇട്ടിട്ടോ. മല്ലിച്ചപ്പ് തീർന്നു പോയി, എനിക്ക് മല്ലിച്ചപ്പ് ഇട്ടിട്ടില്ല. അങ്ങനെ ഇത് മിക്സാക്കി കഴിഞ്ഞു. ഇനി ഇത് മൂടി വെക്കാം. അടുത്ത സമൂസൻ്റെ ഉള്ളി വാട്ടാനായിട്ട് ഞാൻ കുക്കർ വെച്ച് കിട്ടോ. ഈ കുക്കർ നന്നായിട്ട് ചൂടാവട്ടെ. അങ്ങനെ കുക്കർ നന്നായിട്ട് ചൂടായിട്ടോ. ഞാൻ ലേശം ഓയിൽ ഒഴിച്ച് കൊടുക്കട്ടെ. നേരത്തെ അരിഞ്ഞ് വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തത് ഇതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചി കേട്ടോ ഇട്ട് കൊടുക്കുക. ലേശം കറിവേപ്പില. അത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കട്ടോ. അടുത്തത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കട്ടോ. ഇനി കുക്കർ അടച്ചു കൊടുക്കട്ടോ. തീ സ്ലോയിലാക്കിയിട്ട് കുക്കർ അടച്ചു കൊടുക്കുക. ഇങ്ങനെയാക്കിയാൽ പെട്ടെന്ന് ഉള്ളി വേവും. അങ്ങനെ കുക്കർ അടച്ചിട്ടോ, ഒന്ന് വേവട്ടെ. ഏകദേശം ഉള്ളി വേവാനായിട്ടോ. ഇനി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പ് ഇപ്പം കൊണ്ടുവന്ന കടയിൽ നിന്ന് തീർന്നു പോയി. മല്ലിച്ചപ്പ് കൊടുക്കുക കുറച്ച്. കുക്കറിൽ വേവിച്ചതിനെ കൊണ്ടാണ് ഉള്ളി പെട്ടെന്ന് വാടിയിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടോ. നന്നായിട്ട് മിക്സാക്കി കൊടുക്കട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഉള്ളി വാടി ഇനി ഫ്ലെയിം ഓഫ് ആക്കുക. അടുത്തത് ഈ ചിക്കന് ഇതിലേക്ക് ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇനി ഇതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കട്ടോ. അങ്ങനത് റെഡി ആയിട്ടോ. ഇനി ഇത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇറക്കി വെക്കാം. അടുത്തത് ഉള്ളി വട പൊരിക്കാൻ ചീൻചട്ടി വെച്ച് കൊടുക്കട്ടോ. ഓയിൽ ഇതിലുണ്ട്, ഇനി കുറച്ചും കൂടി വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് ചൂടാവട്ടെ. അങ്ങനെ എണ്ണ നന്നായിട്ട് ചൂടായി കിട്ടോ. ഇനി ഇതിലേക്ക് മാവിട്ട് കൊടുക്കാം.
ഉള്ളി വടാകുമ്പോഴത്തേക്ക് വേഗം നാരങ്ങ വെള്ളം കലക്കട്ടോ. അങ്ങനെ നാരങ്ങ വെള്ളം കലക്കട്ടോ. ഉള്ളി വടാകുമ്പോഴത്തേക്ക് 5:30 ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ. മധുരത്തിനനുസരിച്ച് കുറച്ചും കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെ കലക്കിയ വെള്ളം ഫ്രിഡ്ജിൽ വെക്കാം. ബാങ്ക് കൊടുക്കാൻ കിട്ടും, നല്ല തണുപ്പുണ്ടാവും. അങ്ങനെ അത് മറിച്ചിട്ട് കൊടുക്കട്ടോ. അങ്ങനെ ഉള്ളി ഇവിടെ വെന്തിട്ടോ. ഇത് കോരിയെടുക്കാം. ഇനി അടുത്തതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് വെന്തിട്ടോ. അത് കോരിയെടുക്കാം. ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെ ഉള്ളിവട അപ്പുറത്ത് നിന്ന് വരുമ്പോഴത്തേക്ക് ഇവിടുന്ന് സമൂസ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഒന്നിച്ച് പൊരിക്കാമല്ലോ. എത്രണ്ണായി 1 2 3 4 5 അല്ലേ, 6 7 8 9. അങ്ങനെ ഇത് വെന്തിട്ടോ. അത് കോരിയെടുക്കുന്നു. പിന്നെ ബാക്കിയുള്ള മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് വെന്തോ. വെന്തത് കോരിയെടുക്കന്. അങ്ങനെ ഉള്ളിവട റെഡിയായി. ഉള്ളിവട പൊരിച്ച് കഴിഞ്ഞിന് സമൂസ പൊരിച്ചെടുക്കാം. ഇത് നന്നായിട്ട് വേവട്ടെ. ഇത് വെന്തിട്ടോ. ഇത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇത് വെന്തിട്ടോ. ഇത് കോരി എടുക്കല്. ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെ അത് വെന്തിട്ടോ. അത് കോരി എടുക്കല്. അങ്ങനെ സമൂസ ഒക്കെ റെഡി ആയിട്ടോ. അങ്ങനെ ബാങ്ക് കൊടുക്കാൻ ഏകദേശം ആയി കിട്ടോ. ടൈം 6:37. അങ്ങനെ എല്ലാ സാധനവും സെറ്റായിട്ടോ. നാളെ നോമ്പ് തുറക്കാൻ വേണ്ടി പോകും. ഒപ്പം ബാങ്ക് കൊടുക്കാൻ 3 മിനിറ്റ് ഉള്ളൂ. സമൂസ, പിന്നെ പൂരി, ചിക്കൻ കറി, പിന്നെ പഴനിറച്ചതിൻ്റെ വീഡിയോ എടുക്കാൻ ടൈമില്ലായിട്ടോ. പിന്നെ നാരങ്ങ വെള്ളം കലക്കിയത്. അങ്ങനെ ബാങ്ക് എടുത്തിട്ടോ. ഞാൻ നോമ്പ് തുറക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.